വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഡീപ്പ് ഇമോഷൻസ് എന്താണ്. നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും പല സാഹചര്യത്തിലും നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്. ചിലപ്പോൾ അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനോ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകില്ല എങ്കിൽ അവരുടെ ആ ഒരു ഡെപ്ത് മെസ്സേജ് എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതില് ഫസ്റ്റ് പൈലായിട്ട് ഞാൻ ടൈഗർ ഐന്റെ ബ്രേസ്ലെറ്റും സെക്കൻഡ് പൈലായിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എമഥെസ്റ്റ് സ്റ്റോണുമാണ് എടുത്തിട്ടുള്ളത്. ടൈഗർ പലപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷനും സ്ട്രെങ്ത്തും സ്റ്റാമിനയും കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ അബണ്ടൻസും നൽകും. എമഥെസ്റ്റ് സ്റ്റഡി കാര്യങ്ങൾക്ക്, ഇപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണം, നിങ്ങൾ പരീക്ഷ പാസ്സാകണം, കുട്ടികൾക്ക് അല്ലെങ്കിൽ മൈൻഡ് ബാലൻസ് ചെയ്യാൻ, ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടാൻ, കുറച്ചൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാൻ, ഹെൽത്ത് വൈസ് നല്ലതാകാൻ, തോട്ട് ചക്ര ക്ലെൻസ് ചെയ്യാനൊക്കെയാണ് എമഥെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൈൽ ഏതാണാവോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക. 3 പ്രാവശ്യം അവരുടെ പേര് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും നോക്കി അവരുടെ എനർജിയുമായി കണക്ട് ചെയ്യുക. ആൻഡ് ഗൈസ്, നിങ്ങളെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇമോഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളെ ചതിച്ചിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയുടെ ഇമോഷൻ അല്ല ഒരിക്കലും എടുക്കുന്നത്. സോ അത് രണ്ടും കൂടി കൂട്ടി കുഴയ്ക്കാതിരിക്കുക. ഓക്കെ. ആൻഡ് ഇതിനകത്ത് പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ അത് വെച്ചിട്ട് വേണം നിങ്ങളിത് റെസൊണേറ്റഡ് ആക്കാൻ. ഫസ്റ്റ് പൈല് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പൈല് കണ്ടു നോക്കുക. ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ അടുത്ത പൈല് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് 2 പൈലിലും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ ശ്രദ്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിംഗിലേക്ക് പോവാം. അതിനു മുമ്പ് തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ ടാരറ്റ് റീഡിങ്സ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർ നമ്മളെ ചീറ്റ് ചെയ്യാണോ, അവർക്ക് നമ്മളോട് തന്നതായിട്ടുള്ള സത്യമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടോ ഇല്ല എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റാം. ഏത് തരത്തിലുള്ള എനർജീസും നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. എനർജൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന പേജിൽ പോയി നിങ്ങൾക്ക് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് സ്പെഷ്യലി ചാർജ്ഡ് ആൻഡ് പ്രോഗ്രാംഡ് ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പൊ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ടൈഗർ ഐ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഡീപ്പ് തോട്ട്സ് എന്താണ് എന്ന് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം. നമുക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് കിട്ടുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. പ്ലീസ് ഗൈഡൻസ്. ജസ്റ്റിസ്, 7 ഓഫ് കപ്സ്, the star card, judgment. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് സ്ട്രെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എനിക്കിതിനകത്ത് മെയിൻലി മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അവര് നിങ്ങളുടെ ഓർമ്മയിൽ അവരിയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര വൈബ്രേഷൻ ആണ്. അതായത് ഭയങ്കര സ്റ്റെബിലിറ്റി ഈ ഒരു പേഴ്സണ് ലഭിക്കുന്ന കൈൻഡ് ഓഫ് എനർജി. ആൻഡ് ഈ പേഴ്സൺ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത് അത് അവർ നല്ല മൂഡിലിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, നീ എനിക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ അവരുടെ ഡീപ്പ് ഫീലിങ്സിൽ നമ്മളിപ്പോ ഒരാളെ അമിതമായി പുകഴ്ത്തുക, നീ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, അതിന് നന്ദി എന്ന് പറയില്ലേ, ആ ഒരു ടോണിൽ ഈ പേഴ്സൺ നിൽക്കുന്നത് പോലെ. അതേസമയം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആവുമ്പോൾ ഈ ഒരു പേഴ്സന്റെ വീക്ക് സൈഡാണ് പുറത്തേക്ക് വരുന്നത്. അതായത് തനിക്ക് സ്വന്തമായി ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു അവരോട്, അപ്പൊ അത് അവർ ഫോളോ ചെയ്തില്ല, അവർ നിങ്ങളടുത്ത് കള്ളത്തരം കാണിച്ചുവെങ്കിൽ അതിന്റെ അടുത്ത നെക്സ്റ്റ് ഫിയർ അവർക്ക് എന്താണെന്നറിയോ? തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങൾ അറിയും, അവർ പിടിക്കപ്പെടും, അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിച്ചത് അത് ഒരിക്കലും അവർക്ക് വന്നു ചേരില്ല. നിങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി അവർ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് തിരിച്ചടികളാണ് ലഭിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പറയില്ലേ, നമ്മുടെ ലക്കി ചാമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് പോയാലുള്ള ഒരു പരിധി വരെ എനിക്ക് കിട്ടുന്നുണ്ട്, നീ എന്ന് പറയുന്നതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ കുറെ പോസിറ്റിവിറ്റീസും കുറെ നല്ല ഓർമ്മകളും കൊണ്ടു തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരുന്നിട്ട് എല്ലാവരും വിഷമങ്ങളെ കുറിച്ച് മാത്രം ഓർക്കും, പോസിറ്റിവിറ്റിയെ കുറിച്ച് ഓർക്കില്ല. പക്ഷെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് ഒരു ചിന്തിക്കാനുണ്ടെങ്കിൽ അത് താങ്കളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് എന്ന് കോൺഫിഡന്റോട് കൂടി ഈ പേഴ്സൺ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, നിങ്ങളുടെ കൂടെ വന്ന് ഒരിക്കൽ കൂടി ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോടൊപ്പം ചേർന്ന് സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ന്യൂ ജേർണി തുടങ്ങിയാൽ എല്ലാം സോൾവ് ആകും. അപ്പോൾ തീരാവുന്ന പ്രശ്നമേ തന്റെ ലൈഫിലുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം മനസ്സിൽ ഓർത്ത് വിഷ്വലൈസ് ചെയ്ത് പലപ്പോഴും ഈ ഒരു പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടൈഗർ ഐ പോലെ ഈ ഒരു പേഴ്സണ് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ ഈ വ്യക്തി നിങ്ങളില്ലാതെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന ഒരു മൊമെന്റ് എപ്പോൾ മനസ്സിലാക്കുന്നോ, അപ്പൊ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. കുറെ ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക്. കാരണം നിങ്ങളില്ലാതെ അവരുടെ ജീവിതം ഇൻകംപ്ലീറ്റ് ആണെന്ന റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ പാർട്ട്നേഴ്സിനും റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ സ്മൈൽ അവരുടെ മുഖത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങളുടെ എനർജി വേണം. മറ്റാരും അവരുടെ മുഖത്ത് സ്മൈൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ട്രൂ ആയിട്ട് അവരുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ, സന്തോഷം കൊണ്ടുവരാൻ, അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വേണ്ടി ഒരാൾ ആത്മാർത്ഥമായ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതി നിങ്ങളിലാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഒരു പരിധിവരെ നിങ്ങൾ ഒരു ക്രഷിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ മേ ബി ആ ഒരു ക്രഷ് എനർജിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. ബിക്കോസ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രസൻസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, ആൻഡ് നിങ്ങളുമായിട്ടൊരു ന്യൂ ജേർണി പുതിയതായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതുവരെ ഡെവലപ്പ് ആവാത്ത പ്രണയവുമാകാം ഇത്. ആൻഡ് ഓൾറെഡി നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബാഡ് മെമ്മറീസ്, നിങ്ങൾ തമ്മിലുള്ള വഴക്ക്, നിങ്ങൾ തമ്മിലുള്ള ഷൗട്ടിങ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതോ അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതോ ഒക്കെ മറന്നു കളഞ്ഞിട്ട് പുതിയൊരു ജേർണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്താണെങ്കിലും ഒരു ന്യൂ ജേർണി നിങ്ങളുമായി ആരംഭിക്കണം, അതാണ് നല്ലത്, അതാണ് അവർക്ക് ഗുണമുണ്ടാക്കുന്നത് എന്ന ഒരു തോട്ട് പ്രോസസ്സിലാണ് അവർ നിൽക്കുന്നത്. അതാണ് അവരുടെ ഡീപ്പ് തോട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത മേ ബി മനസ്സമാധാനമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് ആയിരിക്കാം. അപ്പൊ അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് ആഗ്രഹിക്കുന്നതിന്റെ മറ്റുദ്ദേശം നിങ്ങൾ ഹാപ്പി ആയിരുന്ന ആ പേഴ്സന്റെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഉദ്ദേശമാണ്. കാരണം ഇവരുടെ ഉള്ളിൽ ഓൾറെഡി ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട്, ഇവർ ഒത്തിരി പേടിച്ചിട്ട് തന്നെയാണ്. പക്ഷെ നിങ്ങളാണ് ഈ ഒരു പേഴ്സണെ ഒരു പരിധി വരെ നമ്മളിപ്പം തള്ളി മുന്നോട്ട് നിർത്തുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങളാണ് അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ മുന്നോട്ടേക്ക് കുറെ ക്രൗഡിന്റെ ഇടയിൽ നിന്ന്, തിരക്കിന്റെ ഇടയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പേഴ്സണ് കഴിവുണ്ട് എന്ന് കാണിക്കുന്നില്ലേ, ആ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നിങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പോയിന്റ് തീർച്ചയായിട്ടും വരും. അതിൽ ഈ റിലേഷൻഷിപ്പിൽ തുടരണം എന്നത് എന്റെ ആവശ്യമാണ് എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ ട്രാൻസ്ഫോം ആയി വരും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്നതാണ് എന്റെ ഫ്യൂച്ചറിന് നല്ലത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഏറ്റു പറയുന്ന സോഡിയാക് സൈൻ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത് കപ്സ് എനർജിയാണ്, വാട്ടർ എനർജിയാണ്. അതുകൊണ്ട് തന്നെ സ്കോർപിയോ, പൈസസും ക്യാൻസറും ആണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഈ വരുന്ന നാളിൽ നിങ്ങളുടെ അടുത്ത് അഫെക്ഷനേറ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ വളരെ വലിയ രീതിയിൽ കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് വേറൊരു വ്യക്തി എന്റെ ജീവിതത്തിൽ വന്നാൽ എനിക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരുന്നത്. നമ്മൾ അവരുടെ ജീവിതത്തിൽ നിൽക്കെ പലപ്പോഴും അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വർത്ത് ആണോ, ഇതെനിക്ക് നല്ലതാണോ, ഇതെനിക്ക് ഫിറ്റ് ആണോ എന്ന് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ പല വ്യക്തികളുടെ കൂടെ വെച്ച് ജഡ്ജ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്.
പക്ഷേ ആ ജഡ്ജ്മെന്റിലൊക്കെ മറ്റുള്ളവർ നല്ലതാണെന്ന് ഈ പേഴ്സണ് തോന്നി, ഈ പേഴ്സന്റെ കണ്ണ് പലപ്പോഴും മഞ്ഞളിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ സ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അവരെക്കാൾ ബെറ്റർ ആണ് നിങ്ങൾ എന്ന രീതിയിൽ മനസ്സിലാക്കിയായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡിറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സന്റെ തിരിച്ചു വരവ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളെ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പെരുമാറ്റവും സ്വഭാവവും സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ പിക്ചേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടായിരിക്കാം. കൈൻഡ് ഓഫ് അട്രാക്റ്റീവ് എനർജി പേഴ്സൺ ഉണ്ടായിരിക്കാം. പക്ഷേ അവരെന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. സ്വന്തം ജീവിതത്തിൽ ഫ്ലോപ്പ് ആണ് എന്ന ഈ ഒരു യാഥാർത്ഥ്യം അവരുടെ അനാലിസിസിലൂടെ അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റിലൂടെ അവര് തീർച്ചയായിട്ടും മനസ്സിലാക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പിന്നെ മനുഷ്യന്റെ കാര്യമാണ്, ഓരോ വ്യക്തികൾക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിൽ നിന്നായിരിക്കും അവർക്ക് കിട്ടുക എന്ന ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കുന്നത് വരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന എനർജിയിൽ നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു എനർജിയും എനിക്ക് കാണുന്നുണ്ട്. ബിക്കോസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സഫറിങ് എനർജിയും കാണിക്കും, വിഷ് ഫുൾഫിൽമെന്റിനെയും കാണിക്കും, സഫറിങ് എനർജിയും കാണിക്കും. അപ്പോൾ നീയും ഞാനും തമ്മിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും വ്യത്യാസമുണ്ട്, നമ്മൾ തമ്മിൽ ഇത് ശരിയാകത്തില്ല, എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ വൺ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് സംശയ രോഗമാണെന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും പ്രിട്ടൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്താൻ. പക്ഷെ അത് മറ്റൊരു വ്യക്തിയിലേക്ക് ഇയാൾക്ക് അട്രാക്ഷൻ തോന്നിയത് കൊണ്ടായിരിക്കാം ഹി ഓർ ഷി. പക്ഷേ അത് വെറും അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ അത് വെറും ഒരു എന്താണ്, ഒരു ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ ആണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ് കാണുന്നത്. അതായത് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടോ ഗൈസ്, ആ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അപ്പൊ അവരുടെ ഡീപ് തോട്ടിനകത്ത് എനിക്ക് തോന്നുന്നത് അവർ ഒത്തിരി നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ച് എന്താണ്, ഈവൻ അവര് നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച്മെന്റിന് പറഞ്ഞാല് നിങ്ങൾ എങ്ങനെ അത് എടുക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് മൂവ് ഓൺ ആകാൻ സാധിക്കുമോ, ഈവൻ ഇത് നിങ്ങളുടെ ഹസ്ബൻഡുമായിരിക്കാം, മേ ബി നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കാം, ഈവൻ ഇത് നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, മേ ബി നിങ്ങൾ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവര് ഡിവോഴ്സ് തന്നിട്ട് പോയാൽ നിങ്ങളുടെ എനർജി എന്തായിരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ് തന്നില്ലെങ്കിലുള്ള എനർജി എന്തായിരിക്കും, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇവരുടെ മനസ്സിലുണ്ട്, കുറെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ഏതൊരു കണക്ഷനിലാണോ ആ കണക്ഷനിൽ നിന്ന്, ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് അവരൊരിക്കലും നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ പറിച്ചു മാറ്റാനോ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം മെറ്റീരിയലിസ്റ്റിക് ഗെയിനും ഉണ്ടാകാം, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ലവ് ലൈഫ് ഗെയിനും ഉണ്ടാകാം. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാല് ഈവൻ അവരുടെ മുന്നിൽ കഥക് തുറന്നിട്ട് കൊടുത്താൽ പോലും ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു കാര്യം ആഘോഷിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ റീസെന്റ് നിങ്ങളിപ്പോ ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ, ആ ഒരു പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ സമയത്ത് അവർ ചിന്തിക്കുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല, ഇനി എന്നേക്കുമായിട്ട് ആ വാതിൽ അടഞ്ഞുപോയി എന്ന കൈൻഡ് ഓഫ് രീതിയിൽ. അതായത് നിങ്ങൾ ഇല്ലാത്തപ്പോ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവർ വളരെയധികം ഇംബാലൻസ്ഡ് ആയി പോകുന്നത്. അതായത് രക്ഷപ്പെടാനുള്ള വഴി പുറത്ത് കാണിച്ചു തന്നാൽ പോലും ആ വഴിയിലോട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. അത്രത്തോളം മന്ദബുദ്ധികളാണ്. അതായത് നമ്മളോട് ചാടിക്കടിക്കുന്നു, നമ്മളോട് ഷൗട്ട് ചെയ്യുന്നു, പക്ഷെ റിയാലിറ്റിയിൽ ഒരു കാര്യം വരുമ്പോൾ ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇവരുടെ കൂടെ വേണം. നമ്മൾ അവരെ പുഷ് ചെയ്ത് ആ റിയാലിറ്റിയെ അവരെ കൊണ്ട് ഫേസ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ക്രെഡിറ്റോ മൊത്തം അവര് മേടിക്കും, എന്നിട്ട് കുറ്റമോ മൊത്തം നിങ്ങളുടെ തലയിലിരിക്കും. ഓക്കെ, ഈ കൈൻഡ് ഓഫ് പാറ്റേണിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞാലും ഇവരുടെ ഡീപ്പ് ഇമോഷനിൽ മനസ്സിലാവുന്നത് നിങ്ങൾ തന്നെയാണ് മറ്റേ കാര്യക്കാരെന്ന് പറയില്ലേ, ആ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ കാര്യസ്ഥൻ എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് വൈബാണ് ഈ പേഴ്സന്റെ ഇമോഷനിൽ നിന്ന് കാണുന്നത്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ സോൾമേറ്റ് കണക്ഷനിൽ ടൈഡപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇൻഫിനിറ്റ് ലൂപ്പ് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മേ ബി പാസ്റ്റ് ലൈഫില് നിങ്ങൾ ബന്ധമുണ്ടായിട്ട് ഈ ഒരു ലൈഫിൽ റീഇൻകാർണേഷൻ നടന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ രീതിയിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്താലും, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്താലും, നിങ്ങളെ വേദനിപ്പിച്ചാലും
നിങ്ങളെ പോലൊരു വ്യക്തി എത്ര തന്നെ ഇനി കാശ് സമ്പാദിച്ചാലും എത്ര തന്നെ അധികാര കസേരയിൽ ഇരുന്നാലും ഈ ഒരു പേഴ്സണ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു പേഴ്സണും ഡിസ്റ്റന്റ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കറന്റ്ലി അവരുടെ അവസ്ഥ എന്നത് വളരെ മോശം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കാതിരിക്കോ അത് വേറെ പോയിന്റ്. പക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് ദൂരെ പോയി, ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി. അവർ തന്നെയാണ് ഇത് കളഞ്ഞു കുളിച്ചത് ഈ ഒരു കാര്യം. പക്ഷെ നിങ്ങൾ ഡിറ്റാച്ച് ആയി, ഇനി നത്തിങ് ഇസ് പോസിബിൾ എന്നൊരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു കണക്ഷനിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ വശത്ത് നിന്ന് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഓൾറെഡി മേ ബി നിങ്ങൾ ഫോർഗീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പോസിറ്റിവിറ്റി കാണുന്നത്. ആൻഡ് ഈവൻ എക്സ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെ കാണുന്ന നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ. ഓക്കെ, കാരണം അവർക്ക് പ്രതീക്ഷയില്ല, പക്ഷെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ആ പ്രതീക്ഷ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലവർ ആണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നത് ഫാമിലി എന്താണ്, ഫ്രണ്ട്സ് എന്താണ്, റിലേറ്റീവ്സ് എന്താണ്, ഇൻലോസ് എന്താണ്, അതായത് ഒരു റിലേഷൻഷിപ്പിന്റെയും ഡിഫറൻസ് എന്താണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ വരണം, എന്നാലേ ശരിയാവുകയുള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട് കേട്ടോ. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേജർ ഇഷ്യൂ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആയിരിക്കാം. ഈ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശരിയാവണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്നത് എന്താണെന്നും റിയൽ ലവ് എന്നത് എന്താണെന്നുള്ള ഡിഫറൻസ്, ഇപ്പൊ അവർ പറയുന്ന പോലെ ആകാശവും ഭൂമിയും അത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ റിലേഷൻഷിപ്പുകളുടെയും ഫ്രണ്ട്ഷിപ്പുകളുടെയും ഒക്കെ ഡിഫറൻസ് ഇവർ പഠിക്കാനുണ്ട്. ആൻഡ് ഇവര് നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇവർ വേദനിപ്പിച്ചതായിരുന്നു ഇവരുടേത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ എനർജിയിൽ ഇല്ലെങ്കിൽ ഓൾറെഡി സംഭവിക്കുന്ന പ്രസന്റ് എനർജിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കാനോ നിങ്ങളടുത്ത് സംസാരിക്കാനോ സോറി പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ക്ലാരിറ്റി പറയാനോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് 100% ജെനുവിൻ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ പൈൽ നമ്പർ 1 എത്ര ആൾക്കാർക്ക് റെസൊണേറ്റ് ആകും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ പ്രയോറിറ്റീസ്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ വേറെന്തോ പ്രയോറിറ്റി ആണെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ സാഹചര്യം ആയിരിക്കാം. കളക്റ്റീവ് റീഡിങ്സ് ആണ്, ഒത്തിരി സാഹചര്യങ്ങൾ വരും. എല്ലാ സാഹചര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യം വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ ആ സാഹചര്യത്തിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങളാണ്, ഓക്കെ, എന്ന് ഈ ഒരു പേഴ്സണ് മനസ്സിലാകുന്ന ആ ഒരു നിമിഷം ഹീൽ കം ബാക്ക് ടു യു, അല്ലെങ്കിൽ ഷീ വിൽ കം ബാക്ക് ടു യു, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. കാരണം അത്രത്തോളം ഇമോഷൻ ഉണ്ട്, നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ഡിറ്റാച്ച്മെന്റ് അവരെ കൊണ്ട് സഹിക്കാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയതുപോലെ എന്താണ് ഇമ്പോർട്ടന്റ് അല്ല എന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഇവരുടെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ അല്ലെങ്കിൽ തന്നെ നേരത്തെ ഫിയർ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ഫിയർ കൂടി കയറിയിട്ടുണ്ടെന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഓൾറെഡി മൂവ് ഓൺ ആയോ, അല്ലെങ്കിൽ മേ ബി ഒത്തിരി ഇങ്ങനെ ഇമ്മൻസ് ആയിട്ട് നിങ്ങളെ കുറ്റം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയോ, നിങ്ങളുടെ തലയിൽ ഇതിനകത്ത് നിന്ന് മൂവ് ആകണം എന്നുള്ള ഇൻട്രസ്റ്റുകൾ വന്നു പോയോ എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ട്. അഥവാ അങ്ങനെ ഇൻട്രസ്റ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ തന്നെ ഉണ്ടാക്കിയ മുറിവുകൾ ഈ പേഴ്സൺ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ തന്നെ അതിനുവേണ്ടി സോറി ഏറ്റു പറയാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് തോന്നുന്നു മേ ബി 6 to 7 months നിങ്ങൾ ഡിവോഴ്സിന്റെ പേര്, വീട്ടുകാരുടെ പേരിൽ തർക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി ഫെബ്രുവരി അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ പതിയെ നമുക്ക് വേണ്ടി ഓൾറെഡി ആക്ഷൻ എടുത്തു അല്ലെങ്കിൽ ആക്ഷൻ എടുക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ആൻഡ് ഓൾറെഡി ആക്ഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സൺ ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റാരും സ്നേഹിക്കാത്തത്രത്തോളം ഡീപ്പായിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നത് എന്ന് ഈ പേഴ്സന്റെ ജീവിതത്തിലെ പല സാഹചര്യത്തിലൂടെയും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇനി കുറച്ച് ഡയറക്റ്റ് മെസ്സേജും കൂടി എടുക്കാം. എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതെന്നും കൂടി നോക്കാം. Please guide us. Why can't you confess your love?
ഓക്കെ, നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണം. നിങ്ങൾ അവർക്കൊരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് തിരിച്ചു വരാം, ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ ഒരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കണം എന്നതാണ് ഈ ഒരു പേഴ്സന്റെ ആഗ്രഹം. അതുപോലെ മേ ബി നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി ഈ പേഴ്സൺ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടാവില്ല, അല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനായിരിക്കാം ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവുക, കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞ്. പക്ഷെ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ആ ഒരു കണ്ണുകളിൽ നോക്കി ഒരു പേഴ്സൺ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ മേ ബി നിങ്ങളെ നേരിട്ട് കണ്ട് ഫൊർഗീവ്നെസ് മേടിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെയാണ് കാണുന്നത്. യെസ്, ഈ ഒരു പേഴ്സണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്പിരിച്വാലിറ്റി, ഐ വിൽ ബി ബാക്ക് സൂൺ, അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ, നമ്മൾ പറഞ്ഞില്ല നേരത്തെ, ഒരു ജേർണി തുടങ്ങാനും ആഗ്രഹിക്കുന്നതായിട്ട്. ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ബിക്കോസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കണ്ടോ, യു ആർ സോ ബ്യൂട്ടിഫുൾ, അത് നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ കണ്ണുകൾ വളരെയധികം മനോഹരാണ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ്. അതായത് നിങ്ങളെ പുകഴ്ത്തി പാടുന്ന ഒരു എനർജിയാണ്. കണ്ടോ, താങ്ക് യു ഫോർ ടീച്ചിങ് മീ വാട്ട് റിയൽ ലവ് ഇസ്. കണ്ടോ, യഥാർത്ഥ പ്രണയത്തെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു പേഴ്സണ് വരുമ്പോഴാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇതുവരെ നിങ്ങൾ തെറ്റാണ് എന്നായിരിക്കും ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇനി മുതൽ ഈ ഒരു പേഴ്സൺ അവരായിരുന്നു തെറ്റ്, പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഒരു അവസ്ഥ മനസ്സിലാക്കുകയും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ വീക്കാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്നതും കൂടി നമുക്ക് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ഓക്കെ, ഫ്യൂ മന്ത്സിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഹെൽപ്ഫുൾ പീപ്പിൾ, യെസ്, നമ്മൾ കഴിഞ്ഞ റീഡിങ്സിൽ എടുത്തപ്പോൾ നമ്മളെ സഹായിക്കും, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് അനുകൂലമാകുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ എനർജി തന്നെയാണ് വരുന്നത്. ആൻഡ് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സമയം എത്താറായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് പിന്നെയും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് അൺക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് ഇനിയും നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, ഏഞ്ചൽസിനോട് ഡയറക്ട്ലി ചോദിക്കാം. ഇഫ് നിങ്ങൾക്ക് അതിനൊരു ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് സെഷൻ എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജൈസ്ഡ് ചാർജ് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യണമെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന പേജിലോ പോയി ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് റെസൊനേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫയൽ കണ്ടു നോക്കാം. റെസൊനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് ഫയലിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഫയലായിട്ടുള്ള നമ്മുടെ എമഥസ്റ്റ് സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക, ഡീപ്പ് മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് us. ഏസ് ഓഫ് വാണ്ട്സ് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. Knight of Swords energy, Hanged Man energy. എനിക്ക് തോന്നുന്നു നമുക്ക് മുമ്പ് കണ്ട നമ്മുടെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുമായിട്ട് ചിലപ്പോൾ റെസൊണേറ്റ് ആവുമായിരിക്കും. ബിക്കോസ് ഈ ഒരു പേഴ്സൺ സംവെയർ എവിടെയൊക്കെയോ സ്റ്റക്കാണ്. സ്റ്റക്ക് ആയതുകൊണ്ട് മൂവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നില്ല, നമുക്ക് വേണ്ടി ആക്ഷൻസ് എടുക്കുന്നില്ല. പാഷനറ്റ് ആണ്. നമ്മളെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മളടുത്ത് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടമുണ്ട്. പക്ഷേ തൻ്റെ തലയിലിട്ട് പുകയ്ക്കുന്നതല്ലാതെ പലപ്പോഴും ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ചേസ് ചെയ്യേണ്ട, അതായത് പറയേണ്ട സമയത്ത് പറയുന്നില്ല, ഓടി പിടിക്കേണ്ട സമയത്ത് പിടിക്കണില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഹാങ്ഡ്മാൻ എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. എന്റെ കാലുകളൊന്നും കെട്ടിയിട്ടിട്ടില്ല, പക്ഷെ ഞാൻ കെട്ടിയിട്ടു എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അയ്യോ തേർഡ് പാർട്ടി കാരണം എനിക്ക് വരാൻ പറ്റണില്ല, അയ്യോ തേർഡ് പാർട്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഗൈസ് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക. ബിക്കോസ് തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം, എല്ലാവരുടെ ലൈഫിലും സ്ട്രഗിൾസ് ഉണ്ട്, ഇല്ലെന്നല്ല.
പക്ഷെ ഈ ഒരു പേഴ്സൺ കുറച്ചൊന്ന് ഡ്രമാറ്റിക് ആകുന്ന പോലെ, അല്ലെങ്കിൽ ഇല്ലാത്ത കോൺസിക്വൻസസ്, ഇല്ലാത്ത കോൺഫ്ലിക്റ്റുകൾ തന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന പോലെ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളെ ടെൻഷൻ അടുപ്പിച്ചിട്ട് ഈ ഒരു പേഴ്സൺ, ഹി ഓർ ഷീ, അവര് റെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു എനർജിയിലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് പുറമേ അയ്യോ ഞാൻ ഓടുന്നുണ്ട്, ഞാൻ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഓക്കെ, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് രീതിയിലുള്ള എനർജി നിങ്ങളിലേക്ക് തരുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അയ്യോ ശ്രമിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങളെ റഷ് ചെയ്യിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല, പക്ഷെ നമ്മളെ ആദ്യം കയറ്റുക, വെപ്രാളം പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വെപ്രാളം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്റെ കല്യാണം ഇപ്പം നടക്കും, അല്ലെങ്കിൽ എന്റെ പേഴ്സൺ വന്നു കഴിഞ്ഞു, എന്റെ വീട്ടിൽ ആലോചിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും സാധ്യമല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു, എന്റെ മാരേജ് കഴിഞ്ഞു, ഇനി ഇതൊന്നും പറ്റില്ല, ഞാൻ വാക്ക് കൊടുത്തു പോയി, ഉറപ്പ് കൊടുത്തു പോയി, എന്റെ അച്ഛന് വാക്ക് കൊടുത്തു, അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, ഈ കൈൻഡ് ഓഫ് രീതിയില്, അതായത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, നമുക്ക് ഇത്രത്തോളം വാക്കുകൾ തന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരു വ്യക്തിക്ക് വാക്ക് കൊടുത്തത്രേ, ആ വ്യക്തിയുടെ വാക്കാണ് എനിക്ക് പാലിക്കേണ്ടത് എന്ന് പറയുന്ന പേഴ്സണെ നിങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെ ട്രസ്റ്റ് വർത്ത് അല്ലാത്തൊരു പേഴ്സണുമായിട്ടായിരിക്കാം പ്രണയം ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അത്രത്തോളം ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള ഒരാളല്ല. ആ ഒരു പേഴ്സന്റെ ഒറിജിനൽ മുഖം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല. മറ്റുള്ള പല ആൾക്കാരും ഈ ഒരു പേഴ്സൺ നെഗറ്റീവ് ആണെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല. മേ ബി ഈ ഒരു പേഴ്സന്റെ പുറമേയുള്ള ഇമേജ് എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വൽ ആണ്, ഹൈലി വൈബ്രേറ്റഡ് ആണ്, ഇൻട്യൂട്ടീവ് ആണ് എന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ ആണ്, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വശീകരിക്കാനുള്ള കൈൻഡ് ഓഫ് രീതിയിലുള്ള കാര്യങ്ങളോ ഒക്കെ ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. ആൻഡ് ഈവൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ അങ്ങോട്ടേക്ക് അവരുടെ അടുത്ത് ചെല്ലണമെന്നും അട്രാക്ട് ആകണമെന്നും, നിങ്ങൾ ഒത്തിരി, എനിക്ക് തോന്നുന്നു അവർക്ക് കൺസേൺ കൊടുക്കണമെന്നും, അവർ വളരെയധികം ഫെയിമിലും അതോറിറ്റിയിലും നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ അവരുടെ കാൽക്കൽ പലപ്പോഴും വീഴണമെന്നും, അല്ലെങ്കിൽ അവരുടെ ഡിസയർ നമ്മൾ അറിഞ്ഞു പെരുമാറണം, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് പലപ്പോഴും ഒരു വിലയോ പ്രയോറിറ്റിയോ ഇല്ല. നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം നമ്മുടെ കടമ. അവരിങ്ങോട്ടേക്ക് നമുക്കൊന്നും ചെയ്തു തരാത്തത് അവർക്ക് സമയമില്ലായ്മ, തിരക്കാണ്, അവർക്ക് ബൗണ്ടറീസ് ഉണ്ട്. ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു വ്യക്തി ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്? നമ്മളായിട്ട് അങ്ങോട്ട് പോയതല്ല. പക്ഷേ വളരെയധികം അറ്റൻഷൻ സീക്നെസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ പുകഴ്ത്തുന്നവരുടെ തിരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും താല്പര്യപ്പെടുന്നത്. സോ നിരന്തരം നിങ്ങൾ കുറ്റം പറയുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുകയില്ല. അതുപോലെ കുറെ അൺഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം. ഈ അൺഹെൽത്തി ഹാബിറ്റുകളെ നിർത്താൻ നിങ്ങൾ പറഞ്ഞാലും ഈ ഒരു പേഴ്സന്റെ ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് ഇതിനകത്ത് കാണുന്നത്. ഓഫ് അവൻ എപ്പോഴും ഇങ്ങനെയാ, അല്ലെങ്കിൽ ഓഫ് അവൾ എപ്പോഴും ഇങ്ങനെയാ, എപ്പോഴും ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, വിളിച്ചാൽ ഉടനെ തന്നെ മധുരമായ ഒരു കാര്യങ്ങൾ സംസാരിക്കാതെ എപ്പോഴും എന്നെ വിളിച്ചില്ല, ഫോൺ എടുത്തില്ല, പരാതി പരാതി പരാതി. ഈ ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. യെസ്, ജഡ്ജ്മെന്റ് എനർജി. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും മറ്റ് ആൾക്കാരുമായിട്ട് നിങ്ങളെ വളരെയധികം ജഡ്ജ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് പൈലിലും ഈ കാർഡ് വന്നായിരുന്നു. പക്ഷെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും മനസ്സിലിട്ട്, അതായത് യെസ്, മനസ്സിലിട്ട് പറയുന്നത് പോലെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ വളരെയധികം ബാലൻസ്ഡ് ആണെന്ന് കാണിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സണ് സംശയ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മേ ബി നിങ്ങളുമായിട്ട് ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓവറായിട്ട് ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉള്ളത് പോലെ കാണുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഫിസിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ നമ്മുടെ എന്താ ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന ആ ഒരു സമയം വരും, അല്ലെങ്കിൽ ഇമോഷണലി നമ്മുടെ അടുത്ത് അറ്റാച്ച്ഡ് ആകേണ്ട ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് കാണിക്കുന്നു. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ ഒരു പേഴ്സൺ നമ്മുടെ എന്താ ഫിസിക്കൽ എനർജി, അതായത് സെക്ഷുവൽ എനർജിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഗൈസ് നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആകും. കാരണം ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ഷഫിൾ ആകുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. അതായത്
താൻ ആഗ്രഹിക്കുന്ന തന്റെ ഡിസയർ കിട്ടാത്തപ്പോ വേറെ ഒരു സാഹചര്യത്തിൽ പോയിട്ട് അവിടെ തനിക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഫിറ്റ് ആകാൻ ശ്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് പോലെ. അതായത് നമ്മളെയും വേണം, എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയും വേണം. അതായത് നമ്മള് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ മെജോറിറ്റി ഓഫ് ടൈം ചിലപ്പോൾ ആ തേർഡ് പാർട്ടിയോടായിരിക്കും ചിലവഴിക്കുന്നുണ്ടാവുക. ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു പേഴ്സൺ വിൽ കം ബാക്ക് ടു എസ്. അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട്. പൈൽ നമ്പർ 2 എല്ലാവരുടെ എനർജിയും ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനകത്തൊരു മിസ്മാച്ച് എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ കംഫർട്ട് അല്ലാത്തപ്പം വേറൊരു സ്ഥലത്ത് പോയി കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു നിമിഷം കൊണ്ട് ജസ്റ്റ് നമ്മുടെ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇറൈസ് ചെയ്യുന്നത് പോലെ ഈ പേഴ്സൺ പറഞ്ഞ വാഗ്ദാനങ്ങളും വാക്കുകളും ഇറൈസ് ചെയ്യാൻ പറ്റുന്ന കഴിവ് ഈ പേഴ്സൺ ഉണ്ട്. അതായത് ആണോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് തോന്നുന്നില്ലല്ലോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്, ഇങ്ങനെ രീതിയിലുള്ള സംസാരം. ആണോ, ഉറപ്പുകൾ തന്നിട്ടുണ്ടോ, അപ്പൊ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, എനിക്ക് സൗകര്യമില്ല ഫുൾഫിൽ ചെയ്യാൻ. ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള ഹാർഷ് ആയിട്ടുള്ള റൂഡായിട്ടുള്ള ടോണുകൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കൈൻഡ് ഓഫ് വൈബ്രേഷനിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ നല്ല സോൾമേറ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, ഒരു കാർമിക് കൈൻഡ് ഓഫ് സോൾമേറ്റ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. കാരണം പൈൽ നമ്പർ 1 ആ ഒരു പേഴ്സൺ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നൊരു അർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ എനർജിയിൽ എനിക്ക് കിട്ടുന്നത് നമ്മളെ ഒട്ട് വിട്ടേച്ച് പോകുന്നുമില്ല, നമ്മളെ നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുമുണ്ട്, നമ്മളെ വേറൊരു കണക്ഷനിലേക്ക് പോകാനും സമ്മതിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ ഒട്ട് മുഴുവനായി ഡിറ്റാച്ച് ആയി പോകുന്നില്ല. അതായത് നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ നെഗറ്റീവ് ആക്കിയിട്ട് നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി എന്ന് വാദിക്കുന്ന ഒരു പക്ഷം ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. ഒരു പരിധിവരെ ഞാൻ ഇത് പറയുമ്പോൾ ഇവരെന്തായി വിളിച്ചു പറയുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ പല റിലേഷൻഷിപ്പിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രേസ്ലെറ്റ് ഇട്ടതിന് ശേഷം എനിക്കിത് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തതിന് ശേഷം എനിക്കിത് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതെനിക്ക് വേണമെന്നുള്ളൊരു കണക്ഷനായി തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത കണക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? അത് നിങ്ങൾ ഹീലാവണം. നിങ്ങൾ അവരിൽ തികച്ചും ഡിപ്പെൻഡന്റ് അല്ലാതെ ആകണം ഗൈസ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. അതായത് എനിക്ക് ഞാൻ മതി എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്ര പ്രോപ്പറായിട്ട് ഹീലായിട്ട് നിന്ന് നോക്കട്ടെ. ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വരും, പക്ഷെ നിങ്ങൾ നെവർ മൈൻഡ്. ആ ഒരു പേഴ്സണോട് സംസാരിക്കേണ്ട താല്പര്യമുണ്ടോ? ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ നിൽക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുകയാണ്, പേഴ്സൺസ് നിങ്ങളടുത്ത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആൻസൈറ്റി, ഫിയർ. അയ്യോ എന്നെ കളഞ്ഞിട്ട് പോയോ, എന്നെ കളഞ്ഞിട്ട് പോവാ, തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും പോയാൽ മതി, അയ്യോ എന്നെ വിട്ടിട്ട് പോകല്ലേ, എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണോ, അയ്യോ പോയ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള ടോണിലാണ് നിങ്ങൾ പലപ്പോഴും ഇരിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാൻ നിങ്ങൾ ഡിസ്ട്രെസ് ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കണക്ഷനുമാണ്, അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ കണക്ഷനുമാണെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് റോസ് ക്വാഡ്സിനോ അല്ലെങ്കിൽ ഉന്നകൈറ്റിനോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമിലായിട്ടുള്ള ഹീലിംഗ് ക്രിസ്റ്റലിന് പോകാം. പയ്യെ നിങ്ങൾ ഹീൽ ആയെടുക്കുമ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയി തുടങ്ങും. ഓക്കെ, ആൻഡ് ഓൾസോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു പേഴ്സൺ ചില സമയങ്ങളിൽ എക്സ്ട്രീംലി ടോക്സിക് ആകാനുള്ളതായിട്ടുള്ള ഒരു ഇതുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഇന്നർ ഫേസ് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ പുറമെ ഒരു ഡ്രാമ കൈൻഡ് ഓഫ് ഫേസ് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പുറമെ നോക്കുമ്പോൾ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള, എന്ത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരുമ്പോഴും ഇപ്പൊ നിങ്ങൾ ലിവിംഗ് ആയിട്ട് ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഒരു 1 month to 2 month കണ്ടിന്യൂസ്ലി സ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ കുറച്ചൊക്കെ ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഈവൻ ഗൈസ്, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആണ്, നിങ്ങളുടെ ഡിവോഴ്സിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾക്ക് ഡിവോഴ്സ് ആകാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നില്ലായിരിക്കും, നിങ്ങളെ ഫിസിക്കലി ഇടിക്കുന്നു ഉപദ്രവിക്കുന്നു ഒന്നും ഇല്ലായിരിക്കും. ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, ചില വ്യക്തികൾ ഇടിക്കുന്നു ഉപദ്രവിക്കുന്നു ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇവരുടെ സൈലൻസ് പലപ്പോഴും നിങ്ങളെ കാർന്ന് തിന്നുന്നുണ്ടായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ അതിനകത്ത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പറ്റൊക്കെയാണെങ്കിൽ നിങ്ങൾ സ്വയം ഹീലാവാൻ നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ സാധിക്കും. കാരണം ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധ്യമാവില്ല. പലപ്പോഴും നമ്മൾ ഡെവലപ്പായി, നമ്മൾ റെഡിയായി, നമ്മൾ സ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കണക്ഷൻസ് നമ്മളെ തേടി വരാൻ തുടങ്ങും. നമുക്ക് വേണം എന്നുള്ള എനർജി നമുക്ക് മറ്റാൾക്കാരിൽ നിന്ന് കിട്ടാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഓ ഈ കണക്ഷൻ ഒരിക്കലും വർത്ത് അല്ല, ഈ കണക്ഷനെ വിട്ടിട്ട് പോയാലാണ് എനിക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നത് എന്ന് മനസ്സിലായി തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഈ ഒരു പേഴ്സൺ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ എന്നാൽ ഈ പേഴ്സൺ തന്റെ ഫ്യൂച്ചർ എങ്ങനെ മനോഹരമാക്കാവുന്നതിനെ കുറിച്ചായിരിക്കും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. കണ്ടോ ഓവറോൾ എനർജി കണ്ടോ, 6 ഓഫ് പെന്റക്കിൾസ്, ദ മൂൺ എനർജി കണ്ടോ. ആരുടെയെങ്കിലും നെഞ്ചത്ത് ചവിട്ടിയാലും എന്റെ ജീവിതം വളരെ മനോഹരമായിട്ടിരിക്കണം, എന്റെ ജീവിതം വേണമെങ്കിൽ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം, എനിക്ക് സുഖം കിട്ടണം, എനിക്ക് സന്തോഷം കിട്ടണം, ഒന്ന് പോയാൽ വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ്. പക്ഷെ ഈ ഒരു പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള കർമ്മ അനുഭവിച്ചാൽ മതിയാവൂ. ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ഡിസ്ട്രക്ഷൻ, മല ഇടിഞ്ഞു വീഴുന്ന കണ്ടോ, ആ ഒരു കൈൻഡ് ഓഫ് എനർജി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടാവും. ആൻഡ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സോണിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം പലപ്പോഴും ഗൈസ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ സ്വാർത്ഥ ചിന്തയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ട്, അതായത് നമ്മളെ യൂസ് ആൻഡ് ത്രോ പരിപാടി കാണിക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ ഓടി രക്ഷപ്പെട്ടു, ബാക്കി എന്ത് കോൺസിക്വൻസ് ഉണ്ടാകും നമ്മൾ ഒറ്റയ്ക്കങ്ങ് ഡീൽ ചെയ്യുക. പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ റീസൺ ഈ ഒരു പേഴ്സന്റെ അനാവശ്യ ഇൻവോൾവ്മെന്റുകളായിരിക്കാം, നമ്മളായിരിക്കില്ല കാരണം. പക്ഷെ പ്രശ്നം വരുമ്പോ നമ്മൾ തന്നെയാണ് കുറ്റക്കാരൻ. നമുക്കായിരിക്കും ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്, നമുക്കായിരിക്കും നമ്മുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നത്, നമുക്കായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് നഷ്ടപ്പെടാൻ പോകുന്നത്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്. പക്ഷെ ഈ ഒരു പേഴ്സൺ അതൊന്നും നഷ്ടപ്പെടത്തില്ല. ഈ ഒരു പേഴ്സൺ അപ്പൊ തന്നെ തടി തപ്പുകയും ചെയ്യും. ചുമ്മാ അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴും ഈ ഒരു പേഴ്സൺ തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ ലോകം നീയാണ്, എന്റെ സർവവും നീയാണ്, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന രീതിയിൽ പല പഞ്ചാര വാക്കുകളും പറഞ്ഞ് ഈ ഒരു പേഴ്സൺ പിണക്കത്തിലിരിക്കുന്ന നിങ്ങളെ പോലും ഇണക്കത്തിലേക്ക് കൊണ്ടുവന്ന് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സോപ്പിട്ട് അവരുടെ കാര്യങ്ങൾ നേടാൻ അവർ വളരെ മിടുക്കരാണ്. നിങ്ങൾ ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ കുഴിയിൽ പിന്നെയും 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 വീഴുന്നുകൊണ്ടിരിക്കും. ചുറ്റുമുള്ളവർ നിങ്ങളോട് പലതവണ ഇതിൽ വീഴരുതെന്ന് പറഞ്ഞാലും പിന്നെയും നിങ്ങൾ അതിൽ വീണുകൊണ്ടിരിക്കും. ഈവൻ ഡിറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ എക്സുമായിട്ട് അവർ എന്തായിരിക്കും അവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ പുതിയ പാർട്ട്ണറുമായിട്ട് അവർ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക, ഇതായിരിക്കും നിങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ഓർമ്മ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് പോകുന്നേ ഇല്ല. അവരാണെങ്കിലോ എനിക്ക് തോന്നുന്നത് പുതിയൊരു ജീവിതം തുടങ്ങിയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് അവരുടേതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മുടെ അടുത്ത് വരാനോ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ കണക്ട് ആവാനോ ശ്രമിക്കുന്നില്ല. ഇവരെ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും വരില്ല, പക്ഷെ കുറച്ചു പേരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പൈൽ നമ്പർ 2. പക്ഷെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി ഡിലേഡ് ആയിട്ടുള്ള എനർജിയാണത്. അല്ലെങ്കിൽ അവർ തിരിച്ചറിയുമ്പോഴത്തേക്ക് മേ ബി 16 months ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം ഡിലേ ആണെന്നതാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കിതിനകത്ത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഹോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മൂവ് ഫോർവേഡ് ചെയ്യുക. കാരണം ഈവൻ ഇതിപ്പോ നിങ്ങൾ നിങ്ങളുടെ കർഷന് വേണ്ടി കാണുന്നതാണെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി കാണുന്നതാണെങ്കിലും, നിങ്ങളുടെ ലവറിന് വേണ്ടി കാണുന്നതാണെങ്കിലും, ആർക്ക് വേണ്ടി കാണുന്നതാണെങ്കിലും അവർ മെറ്റീരിയലിസ്റ്റിക്കലി ആണ് നിൽക്കുന്നത്. അവരുടെ ഗുണം ഉണ്ടാക്കാനാണ് അവർ പലപ്പോഴും നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജി പറിച്ചുകൊണ്ട് പോകാനാണ് അവർ നിൽക്കുന്നത്. നമ്മൾ കുറ്റക്കാരാണെന്ന് കാണിക്കാനാണ് അവർ നിൽക്കുന്നത്. അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോസിറ്റീവ് സ്പേസിലേക്ക് നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പുറമേ നിന്നുള്ള കമ്പനിയും പുകഴ്ത്തലും ഒക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ, ആ ഒരു ഡീപ്പ് ഇൻസൈഡ് നമ്മളെ കയറ്റിയിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല. ചുമ്മാ ഒരു മൈൻഡ് ഗെയിം നമ്മളെ കൊണ്ട് കളിപ്പിച്ചിട്ട്, കാരണം ഇതിനകത്ത് ബ്ലോക്ക് ചെയ്തിട്ട് പോയാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോർഡിൽ എഴുതിയിട്ട് ഡസ്റ്റർ കൊണ്ട് മായ്ച്ചു കളയുന്ന എനർജി, അത്രത്തോളം എനർജി അവരിതിനകത്ത് കൊടുത്തിട്ടുള്ളൂ, അത്രത്തോളം എനർജി അവരിതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ളൂ. അപ്പൊ അത് തിരിച്ചെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. വലിയൊരു എനർജിയോ വലിയൊരു എഫേർട്ടോ അവരിതിനകത്ത് എടുത്തിട്ടില്ല. പുറമേ കാണിക്കുന്നുണ്ട് ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന്. ഇപ്പൊ ഈ ജോലി സ്ഥലത്ത് പോയി ഞാൻ ഭയങ്കര പണിയാണെന്ന് കാണിക്കുന്ന ചില ആൾക്കാരില്ലേ,
അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എനർജി, അതായത് ലവ് ലൈഫ് എനർജിയിൽ ഓഫ് ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഞാൻ തളർന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന രീതിയിൽ, അതായത് നമ്മളെ പ്രഷർ ചെയ്യിപ്പിക്കും, നമ്മളെ ടെൻഷൻ അടിപ്പിക്കും, അവരോടൊന്നും ചെയ്യുന്നില്ല. ഈ കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എനർജി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഡയറക്റ്റ് മെസ്സേജ് എടുക്കാം. ഇൻഷുറൻസ് പ്ലീസ് ഗൈഡൻസ്. ഫ്രണ്ട്ഷിപ്പ്. ഓഹോ, പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരാം, നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ സാഹചര്യങ്ങൾ ശരിയല്ല, നമുക്കിത് നിർത്തിയേക്കാം, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്, എനിക്ക് എൻ്റെ വീടാണ് ഇൻട്രസ്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് റെഗ്രറ്റ് വരുന്നുണ്ട്, എനിക്ക് എൻ്റെ കുട്ടികളുടെ മുഖം നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ അമ്മയുടെ മുഖം നോക്കാൻ പറ്റില്ല, അച്ഛൻ്റെ മുഖം നോക്കാൻ പറ്റുന്നില്ല, ഈ കൈൻഡ് ഓഫ് രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. ഐ വോണ്ട് ടു ഡേറ്റ് യു. യെസ്, കണ്ടോ, ഡേറ്റിന് പോകാനും ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് എടുക്കാനും ഒക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. ഐ വോണ്ട് ടു കിസ് യു. യെസ്, ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു പേഴ്സണ് വളരെ 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 കൂടുതലാണ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ സൈക്കിൾ. കണ്ടോ, അത് കറങ്ങി തിരിഞ്ഞങ്ങ് തീർന്നുകൊള്ളും. കണ്ടോ, ഈ ഒരു പേഴ്സൺ ഭയങ്കര അട്രാക്ഷൻ ആണ് നിങ്ങളുടെ അടുത്ത്. മേ ബി നിങ്ങളുടെ ബോഡിയിലായിരിക്കാം, മേ ബി നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കാം. ലാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡിസംബറിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഒരു പേഴ്സൺ അനാവശ്യ വാഗ്ദാനങ്ങളും ആഗ്രഹങ്ങളും തരുന്നതല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അത്രത്തോളം ക്ലോസ്ഡ് ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ കാണുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. കണ്ടോ, ഐ നീഡ് സം മോർ ടൈം ടു തിങ്ക് അബൌട്ട് ദിസ് കണക്ഷൻ. ഇനിയും സമയം വേണം. അതായത് അവധികൾ പറയുന്നു, അവധികളാണ് ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ കൈക്കുള്ളിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സെക്ഷൽ എനർജിക്കും അട്രാക്ഷനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഞാനൊന്നും മറക്കുന്നില്ല എന്ന ട്രാൻസ്പെറൻസി പലപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയോ മറക്കുന്നത് കൊണ്ടാണ് എന്നതാണ് എനിക്ക്. അപ്പൊ ഞാനൊന്നും മറക്കുന്നില്ല എന്നതാണ് ഈ പേഴ്സൺ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തോ കാര്യം മറക്കുന്നുണ്ട്. നിങ്ങൾ അവരെ വല്ലാണ്ട് പ്രഷർ ചെയ്യുന്നു എന്ന കൈൻഡ് ഓഫ് എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് അത്ര എളുപ്പമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആവാൻ എന്ന് ആ പേഴ്സൺ അറിയാം. പലപ്പോഴും ബുദ്ധിപൂർവ്വം കളിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലും കാണുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ കണക്ഷനുകളിൽ വീഴാതിരിക്കുക, എക്സ്പെഷ്യലി ഫിസിക്കൽ എനർജീസിൽ ഇൻവോൾവ് ആകാതിരിക്കുക, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഇനി ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നെഗറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് ആ ഒരു രീതിയിൽ അതിനെ കാണുക, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമ്മൾ ഇതിനകത്ത് പോയിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജിയിൽ ഹിറ്റ് യൂണിവേഴ്സിനാണ് കൊടുക്കാൻ സാധിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിക്കവർ ആവുക ഗൈസ്, പെയിനിലിരിക്കാതിരിക്കുക. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ ബിഗ് നോ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നാലും എൻ്റെ അഭിപ്രായത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക, നിങ്ങൾ ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. സോ ഈ ഒരു പോസിറ്റീവ് അല്ലാത്തൊരു പേഴ്സന്റെ അടുത്ത് നിങ്ങൾ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ചുറ്റും ഒത്തിരി 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 റൊമാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ചുറ്റുമുള്ള അബണ്ടൻസിനെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങൾ ലിസൺ ചെയ്യുക, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ലിസൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ ഒരാൾ നിങ്ങൾക്ക് വഴികാട്ടി തരുന്നില്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഉള്ള ആൾക്കാർ പലതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലേ, അത് തെറ്റാണെന്നൊരു പരിധിവരെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു കണക്ഷൻ കൊള്ളില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സേവിയർ എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഫയൽ നമ്പർ 2. ഹോപ്പ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെയും ബൈ ബൈ, ലവ് യു ആൾ.